എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നല്ല മത്തി പൊള്ളിച്ചതാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഒരു മൺചട്ടി വെച്ചെടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കൊരു ചെറിയ മീഡിയം സൈസ് സവാള ചോപ്പറിൽ നന്നായിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്താണ് അതിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില അത് നല്ലപോലെ ഒന്ന് കീറിയിട്ട് കൊടുക്കാം. പിന്നെ ഒന്ന് വഴറ്റിക്ക് എടുക്കാം. നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേനും നമുക്കൊരു 2 പച്ചമുളക് അതും കൂടി കീറിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ ഒന്ന് സവാള ഒന്ന് വഴന്ന് വരട്ടെ. അതിന് ശേഷമാണ് കേട്ടോ നമ്മളിതിലേക്ക് ചേരുവകളൊക്കെ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തെടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തെടുത്തതിന് ശേഷം പുളിവെള്ളമാണ് കേട്ടോ ചേർത്തെടുക്കുന്നത്. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി പിഴിഞ്ഞതിലേക്ക് ഒഴിച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മുളക് പൊടിയാണ് കേട്ടോ. ആദ്യം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി. എരിവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 4-5 ചാളേ ഉള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേനും മത്തി ഉണ്ടല്ലോ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. അതൊരു 6 എണ്ണം ഉണ്ട്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ച് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം. മത്തിയിട്ട് ഒന്ന് തിളച്ച് വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് ചതച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോഴാണ് കേട്ടോ ഇതിന് ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ നമ്മൾ അതുപോലെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കൊടുക്കാം. ചാറൊക്കെ ഒന്ന് മത്തിയുടെ മുകളിലേക്കൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ചൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അധികം കയ്യിൽ വെച്ചിട്ട് ഇളക്കാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല എരിവും പുളിയും ഒക്കെ ചേർന്ന് നമ്മുടെ മത്തിയിലേക്ക് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. നല്ലൊരു വിഭവമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.